Hi guys, welcome back to my channel. In the consider നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. ഡേറ്റ്സ് ബദാം പായസമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓണം റെസിപ്പീസ് ഞാൻ ഇനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പായസത്തിൽ നിന്ന് തുടങ്ങാം, മധുരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു പായസം, ഡേറ്റ്സ് ബദാം പായസം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. വീഡിയോ മുഴുവൻ കാണാം. പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഏകദേശം 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ചൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. ഏകദേശം ഒരു 250 ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 250 മുതൽ 280 വരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിൻ്റെ എത്ര ഇഷ്ടം നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് ഇപ്പം ഏകദേശം 1 ലിറ്ററാണ് നമ്മൾ പാല് ചേർത്തിരിക്കുന്നത്. ഇനി ഏകദേശം ഒരു 1/2 ലിറ്ററായിട്ട് ഇനി ഇത് ചുരുങ്ങാനുണ്ട്. അപ്പം അതുവരെ നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പാല് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഓഫ് ചെയ്തിട്ട് പായസം വയ്ക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായി. ഇതിലേക്ക് ഞാനൊരു 2 വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഏകദേശം ഒരു 250 ഗ്രാം ഡേറ്റ്സ് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുരു കളഞ്ഞിട്ട് അളന്നെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഡേറ്റ്സ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ബദാം അരച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാം ബദാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി മാറ്റിയിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ തൊലി വിട്ട് വരും. കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. എനിക്ക് അങ്ങനെ തൊലി വലിയ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചേർക്കുകയാണ് കേട്ടോ. ഡേറ്റ്സ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാലും പഞ്ചസാരയും കൂടെ തിളപ്പിച്ച് കുറുകി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിക്കുമായിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ തിളപ്പിക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് എല്ലാവിടേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഫൈനൽ ഗാർണിഷിന് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്തിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. യെസ്, അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. നല്ല മധുരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കാം. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.